റോഡ് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും, അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ओ लो बुला दिया पड़ोसी आ गए भयंकर सबको बुला दिया भयंकर കള്ളനെങ്ങനെ അലമാരിക്കകത്തായി? കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് കണ്ടോ? മുഖം കണ്ടില്ല. അലമാര പൊളിക്കട്ടെ? അയ്യോ അത് വേണ്ട, താക്കോലുണ്ട് തുറക്കാം. എനിക്ക് താക്കോൽ എടുത്തുണ്ടോ? ആ ഒന്ന് മാറിയുന്നേ. ओ चाकू लाने के लिए बोल रहा भयंकर ണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാൻ മേല. ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത്. വല്ല വടിയും കൊണ്ടുപോക്കി എടുത്തു. ओ डंडे से मारेंगे बस. അയ്യോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വെട്ടാനല്ല സിസ്റ്ററെ, ഒരു ആത്മരക്ഷയ്ക്കാ. അടിക്കുന്നവരാരാണ്? डंडे ला दिए चाकू ला दिया മുന്നോട്ട് വന്നാട്ടെ. താക്കോലിതാ താക്കോൽ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. अबे ഞാൻ തുറക്കാൻ പോവുകയാണ്. ये ए भगवान ദിനേശ കല്യാണം വീടുവെപ്പ് ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക. അല്ലെങ്കിൽ സ്വന്തം അത് 100% ശരിയാണ്. ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം. अच्छा लॉज में लेगा അത് പറ്റില്ല. പോലീസ് റെയ്ഡ് അത്. അതിന് നീ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നതാണോ? वो तो उसकी वाइफ वैसे भी വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത് അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും. കൂടുതൽ സമയം വേറൊരു ടെക്നിക്ക് പറയട്ടെ. പറയൂ, പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത്. ഇല്ലടോ, ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ്. നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും. തന്റെ പ്രിയതമന്റെ പ്രതി നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും. അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയം अपनी फोटो लगाएगा. അപ്പ പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ് ഫോട്ടോയിൽ അതെ അമ്മ ചോദിച്ചു എന്തൊക്കെയാ പോണേന്ന്. अब मेकअप कर रहा है. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. इसने कितना सारा लगा दिया एंकर की पाउडर पाउडर लगा दिया. हंसने लग गई. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അമ്മേ, ഞങ്ങള് രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു. അമ്മേ, इसकी माँ एंकर हमेशा आ जाती है जैसे ही वो उसके साथ होता है. ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ. ഞാനും അത് ചോദിച്ചത് അമ്മേ. അത് അമ്മേ, ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ऐसी बहाना बना रहा है वो. ऐसा नहीं बोल सकते मैं हमने घूमने जा रहे हैं नहीं. എവിടേക്ക്? നാളെ വേറൊരു ഡിന്നർ ഉണ്ട്, അപ്പൊ വിളിക്കാം. പോട്ടെ ശോഭേ? അമ്മേ വാ വാ. അല്ല വാ ശോഭേ, പോട്ടെ. പോട്ടെ അമ്മേ. लेके उसे फाइनली बाहर. उसकी माँ तो हमेशा आ जा रही जैसे ही वो उसके साथ हो रहा है. झूठ बोला इसने. स्टूडियो जा रहे हैं. अच्छा मूवी देखने भी जाएंगे फिर. അല്ല ദിനേശ് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ട്. सर में दर्द हो रहा है. ശരിക്കും അന്ന് എന്തിനാ അലമാരക്കകത്ത് കയറിയത്? അത് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല കേട്ടോ. കേട്ടെന്നല്ലേ പറഞ്ഞത്? വഷളന്മാരെന്ന് വെച്ചാ മഹാവഷളന്മാര്, കള്ളുകൂടിയന്മാർ, കഞ്ചാവ് വലിയന്മാർ. बारे में बता रहे हैं.
പിടിച്ച പിടിയാലെ പാട്ടാ. ഏത് കുന്നത്തല പാട്ടങ്ങളാവട്ടെ, നടക്ക്. खिंचवा रहे फोटो। ये ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. स्माइल करने रहो, സ്മൈൽ. ऐसे करने स्माइल। ठीक है। നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. अच्छा छोटा है अपनी वाइफ से। ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്തു. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താൽ മതി. थोड़ा छोटा है। ആ പിന്നെ ഈ സ്ത്രീകളും कैसे सल्टू के लिखा उसने। ഓൺലി ട്രൗസേഴ്സ്. അല്ല പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവേ? ടൈ റെഡി റെഡി സ്മൈൽ. अरे चलो फिल्म देखने जा रहे हैं क्या? मूवी देखी थी ना मैं। जन्म ही मैं नहीं। बात करना चाह रहा है മാഷേ, മാഷ് സമ്മതിക്കില്ലേ? എന്താ ദിനേശേട്ടാ? ഇയാൾ എന്തോട് പറയുന്നത്? താൻ കാലെടുക്കുന്നോ ഇല്ലയോ? കാലെടുക്കാന്ന് വെച്ചാ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കണോ? सीट पैर रखे क्या ना सीट पे? पता नहीं कि पैर रखे से। ഇപ്പൊ കാണിച്ചത് താൻ വന്നിരുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനല്ലോ താൻ സിനിമയ്ക്ക് വന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. തന്നെ പോലെ മറ്റുള്ളവരെയും എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. Shut up, you bastard. എന്താ ചെയ്യും? ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? पैर रखे थे क्या? या फिर उसे लग रहा था ऐसा? लग रहा था उसे। अब सिनेमा में तो होता ही है थोड़ा। ദ്രോഹികൾ ഫാമിലി ആയിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും? മനുഷ്യന്മാരായാലും എന്ത് കണ്ടു? അവൻ ശോഭയുടെ ചന്തിക്ക്. ഇത്രയും ഒച്ചയും ബഹളവും വേണമായിരുന്നോ? പിന്നെ ഞാൻ അവനെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായിരുന്നു. സിനിമയ്ക്ക് പോയി. ഡീസന്റായ എന്റെ ഫാമിലിയോട് ആളുകളും ഡീസന്റ് ആയിട്ട് പെരുമാറണ്ടേ? കാണാൻ നല്ല ഭംഗിയില്ലേ? മുഴുവൻ മേക്കപ്പ് അല്ലേ? അങ്ങനെ മേക്കപ്പ് ഇട്ടാൽ എല്ലാരും ഭംഗിയുണ്ടാവും. മേക്കപ്പ് ഇല്ലാതെ मोहनलाल की ഭംഗിയുണ്ട്. तारीफ कर रही। അത് നിനക്ക് लग रहा है। അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ശോഭക്കറിയോ, അഭിനയിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. ड्रामा कर रहा है നമുക്ക് इसलिए। കിളക്കാൻ പോകാം, അന്തസ്സുണ്ട്, ഫാക്ടറി പണിയെടുക്കാം. पता नहीं सच करेगी ऐसे ही कर रहा है। അഭിനയം ഒരു കൊലയാണ്. എനിക്ക് അഭിനയം ഇഷ്ടമാണ്, അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്. മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ്. मुझे एक्टिंग पसंद है, एक्टर पसंद। ഡിന്നർ എങ്ങനെയിരുന്നു ചേച്ചി? എന്ത് ഡിന്നർ? डिनर किया नहीं सब आगे थे वापस। കിട്ടിയത്. आने दिखाई दे रही इनकी मम्मी। പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്ന് കേൾ. बहुत पीने वाले होते हैं एक्टर है। അരെ ഇത് തന്നെ ഓർത്തോണ്ടിരുന്നത്? ഇപ്പൊ പെട്ടെന്ന് ഓർത്തു. അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു. उसकी वाइफ भूल भी गई इस बारे में, ये अभी तक उसी बारे में सोच रहा है। എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ല. पीना कोई क्राइम नहीं है। അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ? वो बैंगर सोच ज्यादा पता उसे। സത്യമായിട്ടും അല്ല, പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. पढ़ी लिखी हो। ആ
सब लोग तो पीते दारू, मैं नहीं पीता। 28 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാത कई वो पीना शुरू कर दिया। रेडियो से सुन रहे लिख रहे हैं मैं अभी कितना फटाफट लिख रहे हैं മാരേജ് ഓഫ് ദ ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ്. സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. यार तो गलत लिखता है आगे उसकी फोटो अब देखिएगा। गड़बड़ आ गई है अब हाँ, ये तुरंत उस टाइम देखी नहीं। उसकी फोटो धुंधली भी आई हुई है। लिखे था वो ചോദിക്കണേ സ്റ്റഡി സ്റ്റഡി 100 വട്ടം പറഞ്ഞല്ലേ എന്തിനാ ഇളകാൻ പോയെ? എന്റെ മുഖം തീരെ കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നുമല്ല ഇത്. പിന്നെ എന്റെ മുഖ ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരു അടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. इतना सब प्लान बनाया उसने, फोटो खिंचवाई, फोटो ही खराब हो गई। क्या करेगा शराब लग पीने रहा जा मुझे रहा शराब पिए गए। है। ओ बैंग करके घर में बवाल हो जाएगा ये अपनी वाइफ को इम्प्रेस करना चाहता है ना। अब उसकी वाइफ ने तो इन जनरल बोला कि बहुत से लोग पीते हैं शराब। वो ये समझ रहा है कि शराब पीना मतलब शराब पीने से मैं ज़्यादा वो इम्प्रेस कर पाऊंगा अपनी वाइफ को, उसे अच्छा लगेगा। वो ये शायद ऐसे भी सोच रहा है कि शराब पीने से मेरी वाइफ इम्प्रेस हो जाएगी। अपना चेहरा छुपा रहा है। ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. इसने कभी पी भी नहीं शराब। और पता नहीं उसे कैसे कैसे करना है उसे क्वांटिटी का भी नहीं हुआ ना पता। डबल लार्ज कर दिया उसने सीधा हाँ, वो ज़्यादा पी लेगा इसमें तो। कितना बड़ा ग्लास पी रहा। बैंग करके सोडा मिलाना पड़ता उसमें हाँ। ജോസേ ये आ गया वो भी आ रहा वो खुश हो गया। കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. उसको और वो कर रहा है। ഇനി എല്ലാ देखो हर दिन आएंगे वो एक साथ पीने, ऐसे में तो उसे लत पड़ जाएगी। ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാവരും എന്റെ ये तो खुश हो रहा है, इसे एक वो मिल गया, साथ में मिल गया। എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി बैंग करके पूरी बोतल ला दी ओ भयंकर डरने लगे ിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദര നീയാണോ ദിനേശ? ആണോ? നീ വാ, നീ വാട കുട്ടി. എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ये तो कोई पीता नहीं था शराब नहीं। അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം. ഇങ്ങോട്ടാ പോകുന്നു. പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നം. अब धीरे धीरे अगर इसी के साथ रहा है तो पूरी तरह से शराबी बन जाएगा। ദിനേശ, എന്താ സാറേ? നിന്നെടാ വായു തുറക്കാൻ. മര്യാദയ്ക്ക് दूसरे വായു को ले आ തുറക്കാൻ. रखा उसे എവിടെ പൊളിച്ചേക്ക് സാറേ? अच्छा उसे ये घर छोड़ना है ना उसे। വേണമേ. കുഞ്ഞിന് എന്ത് പറ്റി? അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ്, बॉटल भी रखी हुई है एक और। ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവന് ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവന് ദിനേശ, ഗുഡ് നൈറ്റ്.
उल्टी हो गई उसे। भाग्य भाग गया। घायल हो गया वो। ठीक है उसकी वाइफ रो रही क्या? रो रही है। ऐसा लग रहा है मेरी वाइफ खुश होगी। सोच रहा कहीं रो क्यों रही है। അപ്പൊ എന്തിനാ കരഞ്ഞത്? എന്നെ അമ്മ വഴക്ക് പറഞ്ഞത് ഞാൻ മനസ്സമാനം അച്ഛാ. തരാത്തോണ്ടാണത്ര ദിനേശേട്ടൻ കൂടി തുടങ്ങിയത്. इसकी मम्मी इसको दोस्त दे रही है കുടിച്ചിരുന്നു എന്നൊക്കെ. കുടിക്കുന്നവര് കുടിക്കട്ടെ, ഇല്ലാത്ത ശീലം ഉണ്ടാക്കേണ്ട കാര്യം ദിനേശേട്ടനുണ്ടോ? പുരുഷത്വത്തിന്റെ उसको अल्कोहल दोस्त ഇത് ആരായി? उसके भाई होगा। ഒരുത്തന്റെ ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ. പെട്ടെന്ന് വരാനുള്ള ഒരു സാഹചര്യം ഒത്തുകിട്ടി പോന്നു. इसके साथ में आया नहीं वो। इस शादी में क्यों नहीं आया? ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ച അല്പം കൂടുതലാ. നീ എന്തിനാ അങ്ങനെ പ്രതീക്ഷിക്കാൻ പോയത്? പ്രകാശന് ഒരു കത്തെഴുതണമെന്ന് കരുതി. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ. ആദ്യം കുറച്ച് വെള്ളം ചൂടായിത്താ. ഭയങ്കര യാത്രാക്ഷീണം. उसकी माँ को लग रहा है फिर से साथ नहीं आ रहे होगा। ക്ഷീണമൊക്കെ ഉണ്ടാവും, പിന്നെ പിന്നെ ശരിയായിക്കോളും. इसको भी पता चल गया शायद ना इंद्र कल पी थी। वो घर जब आदत पड़ जाएगी तो तब अब उसको डांटेगा ये। तूने बताया क्यों? സാറിനെ കുറച്ച് വിവരവും ഇല്ല. നമ്മൾ ഇന്നലെ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ. ഏയ് ഞാൻ പറഞ്ഞതല്ല. ബാറിൽ വെച്ച് ഒരുപാട് പേര് बहुत सारे लोगों ने देखा से। लोगों ने देखा उसे। മൈൻഡ് ചെയ്യണ്ട. ദിവസേന കുടിക്കുന്നത് ഒരു ശീലാക്കിയാ മതി. ആളുകളുടെ വായ താനടയും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി മതി. എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നേ. ഓവർ ടൈം ചെയ്താ വേജ് പെൻഡിങ്ങിൽ വെക്കും. സൂപ്പർവൈസർമാര് ഒരു സേർട്ട് വലിക്കാൻ പോലും സമ്മതിക്കില്ല. എന്നിട്ട് സംഗതി സൈ. അങ്ങനെ തന്നെ പറയണം. നീ പോടി, ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കട്ടെ. നീ നിന്റെ ചേട്ടത്തെ അമ്മയെ പരിചയപ്പെട്ടില്ലേ? നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. ശോഭേ हाय बोलता है उसे चली गई। ഇന്ന് കുടിച്ചിട്ടില്ലേ? चलो आ गया। നിങ്ങൾ എന്താണ് അവിടെ? എന്റെ നിഴല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും. ശോഭ അവന്റെ ചേട്ടത്തെ അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത്. ഓഹോ, തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ. अब जोक सीखेगा। മനസ്സിലാക്കിയതോ? ദിനേശ, ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടു. അതെ, അപ്പൊ പിന്നെ രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം. പുതിയ ലക്കങ്ങളല്ല, ഒരു 10 കൊല്ലം മുമ്പുള്ളത്. എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ. ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ വാ. अखबार से पढ़ रहा है। ഷേവിംഗ് രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ऐसे थोड़ी होता है। ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി ऐसे तो हंसी नहीं निकलेगी उसकी। छुपा रह गया अखबार। ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? स्पेशली जोक सुनाने के लिए बुला रहे थे। അറിയാം, പക്ഷെ അമ്മയുടെ തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള് എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ स्पेशली बुला रहे उसे। പെട്ടെന്ന് എനിക്ക് ചില रात में सुना रहे थे। അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എന്ത് തമാശ? തമാശ എന്ന് വെച്ചാൽ ഒരു अब सुना रहे हैं।
ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും, അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. उसे हंसी नहीं आई. वो शॉक रह गया ये हंस के नहीं रही. ദിനേശ് എന്ത് പറ്റി? उसका मूड ही नहीं सुनने. ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ?